നമസ്കാരം. വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഞാൻ അശോക് നാരായൺ. ഇന്നത്തെ വിഷയം നമ്മൾ തമ്പനയിലിൽ കണ്ടതുപോലെ നമ്മുടെ സന്തോഷത്തിന് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഒരു കീ ഫിറ്റ് ചെയ്താലോ. അപ്പോൾ എന്തിനാണ് സന്തോഷത്തിനൊരു കീ അല്ലെങ്കിൽ ഒരു സ്വിച്ച് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്? അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് ഈ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഹാപ്പി ആകാം. അല്ലെങ്കിൽ ആ കീ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഒരു വാഹനമെല്ലാം സ്റ്റാർട്ടാകുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് ഹാപ്പി ആകാൻ പറ്റും. കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമല്ലേ. അങ്ങനെ ഒരു സാധ്യത ശരിക്കും ഉണ്ടോ? ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. വാസ്തവത്തിൽ മനുഷ്യൻ്റെ മനസ്സ് എന്ന് പറയുന്നത് വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞവൻ തന്നെയാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ പല കാര്യങ്ങളിലും നമ്മുടെ മനസ്സിനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും, നമ്മുടെ മനസ്സിനെ സജ്ജമാക്കാൻ സാധിക്കും. ആ വിധത്തിൽ അത്ഭുതകരമായിട്ടുള്ള ഒരു സവിശേഷതയാണ് ഇവിടെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. അതായത്, നിങ്ങൾ ആങ്കറിങ് എന്ന് കേട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് NLP ഒക്കെ പഠിച്ചിട്ടുള്ളവർ തീർച്ചയായിട്ടും ആങ്കറിങ് എന്നുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ച് നല്ല ധാരണയുണ്ടാകും. ഇത് കേട്ടിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ആങ്കറിങ് എന്ന് നിങ്ങൾക്കൊരു ധാരണയുണ്ട് എങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വ്യത്യസ്തങ്ങളായിട്ടുള്ള അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കാമല്ലോ. NLPയിൽ വളരെ ആഴത്തിലുള്ള അവഗാഹമൊന്നും എനിക്കില്ല. എങ്കിൽ പോലും ആങ്കറിങ് എന്നുള്ള വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം. വാസ്തവത്തിൽ ഈ ഒരു സ്വിച്ചിങ്ങിന്, നമ്മൾ ആങ്കറിങ് എന്ന് പറയുന്ന ടെക്നിക്കിനെ മറ്റൊരു വിധത്തിൽ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത്, ആങ്കറിങ് എന്ന് പറയുന്നത് പല കാര്യങ്ങളിലും സ്വതസിദ്ധമായിട്ട് തന്നെ നമ്മൾ ചില സവിശേഷതകളെ ഉപയോഗപ്പെടുത്താറുണ്ട്. ഒരു ഉദാഹരണത്തിന്, നമുക്കൊന്ന് ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറിയ ചില അസ്വസ്ഥതകളൊക്കെ തോന്നുന്ന സമയത്ത് ഒന്നിങ്ങനെ തല ചൊറിയാറില്ലേ? അത് ശല്യം തോന്നുമ്പോഴാണ്. എപ്പോഴൊക്കെയോ അത്ര സുഖമുള്ള, ശരിക്കും ചൊറിച്ചിൽ വന്നിട്ടല്ല നമ്മളിങ്ങനെ തല ചൊറിയുന്നത്, ഇങ്ങനെ കാണിക്കാറില്ലേ? നിങ്ങളെപ്പോഴാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കൂ. ഓരോരുത്തരുടെയും വ്യത്യസ്തതകളെക്കുറിച്ച്, അല്ലെങ്കിൽ ഓരോ ദേശത്തിലും നിലനിൽക്കുന്ന വ്യത്യസ്തതകളെക്കുറിച്ച് നമുക്ക് പരസ്പരം മനസ്സിലാക്കാമല്ലോ. അപ്പോൾ എന്തായാലും ഒരു പ്രത്യേക മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെയാണ് ഇങ്ങനെ തലച്ചൊറിയുന്നത്. ഒന്ന് മനസ്സിൽ വെച്ചോളൂ, പറയാം. അതുപോലെ ഒരു കാര്യം ഓർത്തെടുക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കും അല്ലേ? ചിലപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി ആലോചിക്കും. ഒരു കാര്യം ഓർത്തെടുക്കാൻ നിങ്ങളെങ്ങനെയാണ് ആലോചിക്കുന്നത്? ഈ വിധത്തിൽ എന്തൊരു ഗസ്റ്ററാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കും അല്ലേ? ഇതുപോലെ പല കാര്യങ്ങൾക്കും നമ്മൾ ബോധപൂർവമല്ലാതെ തന്നെ പല ഗസ്റ്റേഴ്സും ഉപയോഗപ്പെടുത്താറുണ്ട്. അതായത്, ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, നമ്മളെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയതോ അല്ലെങ്കിൽ എങ്ങനെ ആക്കിയതോ, ബോറടിച്ച സമയത്ത് തലച്ചൊറിഞ്ഞതോ ആക്കിയ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ഈ ആക്ഷൻ ആ ഒരു സമയത്തെ, അല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാനസിക അവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. NLPയിൽ ഈ ഓർത്തെടുക്കാനുള്ള ഈ ആക്ഷനെ മെമ്മറി ആങ്കർ എന്നാണ് പറയുന്നത്. അതുപോലെ ധാരാളം ആങ്കറിങ്ങുകളുണ്ട്. ഇനി മറ്റൊന്ന്, നമ്മൾ ചിലപ്പോൾ നെഞ്ചിൽ ഇങ്ങനെ ഒന്ന് അമർത്തി കൈവച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒന്ന് കൈവച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ കോൺഫിഡൻസ് ഒന്ന് ബൂസ്റ്റ് ആവും. അതുപോലെ തന്നെ വേറൊരു വ്യക്തി, സ്വയം പറ്റുമോ എന്ന് എനിക്കറിയില്ല, വേറൊരു വ്യക്തി നമ്മുടെ ഷോൾഡറിൽ വളരെ മൃദുവായിട്ടൊന്ന് കൈവച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം തോന്നും. ഇതെല്ലാം ആങ്കറിങ്ങുകൾക്ക് ഉദാഹരണമാണ്. ഇനി ആങ്കറിങ്ങുകളുടെ മറ്റൊരു ഉദാഹരണമാണ്, ധ്യാനാവസ്ഥയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ചില മുദ്രകൾ പിടിക്കാറുണ്ട്. ഈ വിധത്തിൽ പല മുദ്രകൾ പിടിക്കാറുണ്ട്. ഓരോ മുദ്രകൾക്കും പേരുകളൊക്കെ ഉണ്ട്. ഇതും വ്യത്യസ്തമായിട്ടുള്ളൊരു ആങ്കറിങ് തന്നെയാണ്. അതായത്, നമ്മൾ പെട്ടെന്ന് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് സ്വിച്ച് ചെയ്യപ്പെടും. ഒരു പ്രത്യേക മുദ്ര പിടിച്ചിട്ട് സ്ഥിരമായിട്ട് ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടബിളായിട്ടിരുന്ന് ഈ മുദ്ര പിടിക്കുന്ന സമയത്ത് തന്നെ മനസ്സ് ശരിക്കും ആ ഒരു വൈകാരിക ഭാവത്തിലേക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യപ്പെടും. ഇതാണ് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ആങ്കറിങ്ങിനുള്ള ചില ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിയാണ്, ഈ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മളിനി മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ആങ്കറിങ്ങിനെക്കുറിച്ചും അതിൻ്റെ സവിശേഷതകളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞു, നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടി ഒരു പ്രത്യേക ആക്ഷൻ കാണിക്കും സ്വാഭാവികമായിട്ട് തന്നെ, അല്ലെങ്കിൽ സ്വതസിദ്ധമായിട്ട് തന്നെ കാണിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
നമ്മുടെ ഓർമ്മയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു ആക്ഷൻ നമ്മൾ ഏതാണോ ഓർത്തെടുക്കാൻ വേണ്ടി കാണിക്കുന്ന ആ ഒരു ആക്ഷൻ, ഈ ആക്ഷൻ ഒന്നുകൂടി നമ്മൾ ബോധപൂർവം ചെയ്താൽ പോലും നമ്മുടെ ഓർമ്മ ഒന്ന് ബൂസ്റ്റ് ചെയ്യപ്പെടും. മെഡിറ്റേഷൻ്റെ കാര്യം പറഞ്ഞില്ലേ, ധ്യാനാവസ്ഥയിൽ നിരന്തരം നമ്മളിങ്ങനെ ഒരു മുദ്ര പിടിക്കുന്നുണ്ടെങ്കിൽ ആ മുദ്ര പിടിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും മനസ്സ് സ്വാഭാവികമായിട്ട് സ്വതസിദ്ധമായിട്ട് ആ ഒരു മെഡിറ്റേറ്ററിലേക്ക് സ്വിച്ച് ചെയ്യപ്പെടുമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് റിലാക്സ്ഡ് ആകണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ സ്വയം നമ്മുടെ ബ്രെയിനിനെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പെട്ടെന്നൊരു സന്തോഷം തോന്നുന്നുണ്ടെന്നിരിക്കട്ടെ, എന്ത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ നമ്മുടെ നല്ല സുഹൃത്തിനെ കണ്ടുമുട്ടുന്നതായിക്കോട്ടെ, അല്ലെങ്കിൽ നല്ലൊരു വാർത്ത കേൾക്കുമ്പോഴായിക്കോട്ടെ, എപ്പോഴും ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു സന്തോഷം തോന്നുന്ന ഓരോ സാഹചര്യങ്ങളിലും, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പോഴാകട്ടെ, നോക്കൂ നിങ്ങൾക്ക് എപ്പോഴാണ് സന്തോഷം തോന്നുന്നത്, സന്തോഷം തോന്നുന്ന സാഹചര്യങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ സന്തോഷം തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആങ്കറിങ് സ്വയം സെറ്റ് ചെയ്യണം. ഒരു ഉദാഹരണത്തിന് ഇത് ഒരു ആങ്കറിങ് ആണ്. ഇതിനൊരു മുദ്രയൊക്കെ ആയിട്ട് കണക്ക് കൂട്ടുന്നവരുണ്ട്. ഈ മുദ്രയുടെ പേര് എനിക്കറിയില്ല, അറിയുമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്തേക്കൂ. അപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. നിങ്ങൾ പെട്ടെന്ന് സന്തോഷകരമായിട്ടുള്ളൊരു വാർത്ത കേൾക്കുകയാണെന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ടും മനസ്സ് ആ സന്തോഷത്തെ ശരിക്കും ആസ്വദിക്കുന്നുണ്ടാകും. ആ സമയത്ത് ബോധപൂർവം തന്നെ ഈ ഒരു ആങ്കറിങ് കൊടുക്കുക. ഇങ്ങനെ ഇങ്ങനെ കൈ പ്രകടമായിട്ട് എടുത്ത് പിടിക്കുന്നു വേണ്ട, നൃത്തത്തിലെ മുദ്ര പോലെ അതൊന്നും വേണ്ട. സ്വാഭാവികമായിട്ട് നമ്മൾ എങ്ങനെയാണോ കൈയുള്ളത് ആ വിധത്തിൽ വെച്ചിട്ട് ഒന്ന് പതിയെ മെല്ലെ ഇങ്ങനെ ഒന്ന് അമർത്തി വയ്ക്കുക, എന്നിട്ട് വിട്ടേക്കുക. അടുത്ത പ്രാവശ്യം സന്തോഷം തോന്നുന്ന സമയത്തും നിങ്ങൾ മെല്ലെ ഇതൊന്ന് പിടിച്ചേക്കുക, വിട്ടേക്കുക. ഒരു 5 സെക്കൻഡ് അത് മതിയാകും, വിട്ടേക്കുക. ഇങ്ങനെ എപ്പോഴെല്ലാം സന്തോഷം തോന്നുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ വിധത്തിൽ ഒന്ന് ചെയ്തേക്കുക. ഇതിലൂടെ ബ്രെയിൻ പഠിക്കുകയാണ്, നമ്മുടെ സ്വന്തം ബ്രെയിൻ പഠിക്കുകയാണ്. നമുക്ക് സന്തോഷം തോന്നുന്ന സമയത്താണ് നമ്മളിത് ചെയ്യുന്നത്, അല്ലേ, ചെയ്തിരിക്കുന്നത്. ഇതുവരെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. സന്തോഷം തോന്നിയ സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ബ്രെയിൻ എന്താ ധരിക്കുക, ഇയാൾക്ക് സന്തോഷം തോന്നുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബ്രെയിൻ ധരിക്കും. നിങ്ങൾക്കറിയാം, സബ് കോൺഷ്യസിന്, ഉപബോധ മനസ്സിന് വിവേചനശേഷിയില്ല, അവന് ചോദ്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് സന്തോഷത്തിൻ്റെ ഒരു സിമ്പലായിട്ട്, ഒരു സിഗ്നലായിട്ട്, അല്ലെങ്കിൽ ഒരു സ്വിച്ചായിട്ടോ താക്കോലോ ആയിട്ടോ ഒക്കെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് ധരിച്ചു വെച്ചിരിക്കുന്നത്. അവനെ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ബോധപൂർവം തന്നെ ഈ ഒരു ആക്ഷനിലേക്ക് നിങ്ങൾ പോകുന്ന സമയത്ത് ശരിക്കും നമ്മൾ സന്തോഷകരമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചില കെമിക്കൽസ്, അതുപോലെ തന്നെ ചില ഹോർമോൺസ് എല്ലാം ബ്രെയിൻ പുറത്തേക്ക് അയക്കും. അതായത് ഡോപ്പമിൻ, ആ വിധത്തിലൊക്കെയുള്ള ചില ഹാപ്പി ഹോർമോൺസൊക്കെ ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ഈ സ്വിച്ചിങ് കൊടുക്കുന്ന സമയത്തും ബ്രെയിൻ ഇത് ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നോർമൽ സ്റ്റേറ്റിലിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും, അല്ലെങ്കിൽ അല്പം മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു സ്വിച്ചിങ് അങ്ങോട്ട് ചെല്ലുമ്പോൾ ബ്രെയിൻ മെല്ലെ ഡോപ്പമിനും അതിനാനുപാതികമായിട്ടുള്ള മറ്റുള്ള കെമിക്കൽസും ഹോർമോൺസും ഒക്കെ മെല്ലെ പുറപ്പെടുവിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഹോർമോണൽ വേരിയേഷൻസ്, കെമിക്കൽ ചേഞ്ചസ് നമ്മളെ ശരിക്കും സന്തോഷകരമായിട്ടുള്ള ഒരു മോഡിലേക്ക് മാറ്റും. വളരെ ഗംഭീരമായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സന്തോഷത്തിന് മാത്രമല്ല നിങ്ങൾക്കിത് ഉപയോഗപ്പെടുത്താൻ പറ്റുക, കോൺഫിഡൻസിന് നിങ്ങൾക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കോൺഫിഡൻസാണ് വേണ്ടത്, സന്തോഷം നമുക്കുണ്ട്, കോൺഫിഡൻസാണ് നമുക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെല്ലാം ആത്മവിശ്വാസം ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടോ ആ സമയത്ത് ഇതുപോലൊരു സ്വിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി അതല്ല, നിങ്ങൾക്കൊന്ന് റിലാക്സ്ഡ് ആകണം, മനസ്സിന് അത്രമാത്രം ശാന്തതയിൽ സമാധാനത്തിൽ നിർത്തണം. അങ്ങനെയാണെങ്കിലോ ആ സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തോന്നുന്ന സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ ശാന്തത ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഈ സ്വിച്ച് ഒന്ന് അമർത്തി ബ്രെയിനെ ട്രെയിൻ ചെയ്യിക്കുക. ഇനി അതല്ല, നിങ്ങൾക്ക് ഉറക്കത്തിനാണ് ഒരു സ്വിച്ച് ഫിറ്റ് ചെയ്യേണ്ടതിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം വരുമ്പോൾ, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഉറക്കത്തിലേക്ക് പോകുമ്പോൾ ഇതൊന്ന് പിടിച്ചിട്ട് പോവുക, ഇതൊന്ന് പിടിച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുക. ഇനി ഒന്നിലധികം കാര്യങ്ങൾക്ക് നമുക്ക് സ്വിച്ച് ഫിറ്റ് ചെയ്യാം.
നിങ്ങൾക്കറിയാം നമ്മുടെ സ്വിച്ച് ബോർഡിൽ ഒരുപാട് സ്വിച്ചുകളുണ്ട് അല്ലേ? അപ്പോൾ ആദ്യത്തെ സ്വിച്ച് ഇടുന്ന സമയത്ത് ഒരു ലൈറ്റ് തെളിയും, മറ്റൊരെണ്ണം പ്രസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫാനായിരിക്കും തിരിയുക, മറ്റൊരെണ്ണത്തിൽ AC ആയിരിക്കും പ്രവർത്തിക്കാൻ തുടങ്ങുക. ഇതുപോലെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വിച്ചുകൾ ഉപയോഗിക്കാൻ. ഇപ്പം നിങ്ങൾ മനസ്സിനെ ശാന്തമാക്കാൻ, സമാധാനത്തിലാകാൻ ചിലപ്പോൾ വലത് കൈയിലെ പെരുവിരലും ഈ നടുവിരലുമായിട്ട് ആയിരിക്കും ഉപയോഗപ്പെടുത്തുക. ഉറക്കത്തിൽ നിങ്ങൾക്കൊരു സ്വിച്ച് ഫിറ്റ് ചെയ്യണമെങ്കിൽ വലത് കൈ തന്നെയാണെങ്കിൽ വലത് കൈയിലെ പെരുവിരലും ചൂണ്ടുവിരലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ വലത് കൈയിലെ തന്നെ പെരുവിരലും ചെറിയ വിരലും ഉപയോഗിക്കാം. ഇനി അഥവാ കോൺഫിഡൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇടത് കൈയിലെ പെരുവിരലും നടുവിരലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചൂണ്ടുവിരലും ഉപയോഗിക്കാം. നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് സെറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഓർമ്മയുണ്ടാകണം ഏത് കാര്യത്തിന് ഏതാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് ഓർമ്മയുണ്ടാകണം. അപ്പോൾ കോൺഫിഡൻസിൻ്റെ സ്വിച്ച് നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സദസ്സിനെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സമയത്ത്, ഒരു സ്പീച്ച് കൊടുക്കേണ്ട സമയത്ത് മെല്ലെ വളരെ സമാധാനത്തിൽ ഇതങ്ങോട്ട് കൊടുത്താൽ മതി. നിങ്ങളുടെ ബ്രെയിൻ എന്താ ധരിക്കുക, ഇദ്ദേഹത്തിന് ഇപ്പോൾ നല്ല കോൺഫിഡൻസ് തോന്നുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഹോർമോൺസും കെമിക്കൽസും ഒക്കെ അവനങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് ശരിക്കുമുള്ള കോൺഫിഡൻസ് വരും. ഇത് വളരെ ഗംഭീരമായിട്ട് ഉപയോഗിക്കാം, അതിഗംഭീരമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇതെന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് നോക്കൂ. വെറുതെ നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. വെറുതെ ഇതിലേതെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഒന്ന് തലചൊറിഞ്ഞ് നോക്ക്. നിങ്ങൾക്കിപ്പോൾ എന്ത് ഫീലാണ് കിട്ടുന്നതെന്ന് നോക്ക്. അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. അപ്പോൾ ഈ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിലൊന്ന് രേഖപ്പെടുത്തിയേക്കൂ. പിന്നെ ഈ വിധത്തിലുള്ള വിഷയങ്ങൾ തുടർച്ചയായിട്ട് ലഭിക്കാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.